ചെയ്യണം. ആ മസാല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുരുമുളക് ഇട്ട് പൊളിച്ചു. അടുത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ നെല്ലിക്കയും ബാക്കി ഉണക്ക നെല്ലിക്കയും എല്ലാ സംഭവങ്ങളും ഇട്ട് അരച്ചെടുത്ത മസാല ചട്ടിയിലോട്ട് ശരിക്കും അങ്ങ് പരത്തി വയ്ക്കുകയാണ്. കഴുകി വെച്ച മത്തി വെക്കുക. ജസ്റ്റ് വെക്കുന്നുള്ളൂ പൊക്കത്ത്. മൊത്തം മത്തി ചാള എല്ലാം കൂടി ആ മസാലയുടെ പൊക്കത്ത് നിരത്തി വെച്ചേക്കാണ്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നമ്മുടെ അതേ മസാല തന്നെ തൂവ മൊത്തം അങ്ങ് സ്റ്റഫ് ചെയ്ത് വെക്കണം. നമ്മൾ ഇപ്പം അടിയിൽ കിടക്കുന്ന ആ മസാലയുടെ മൊത്തം മസാല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലും നമ്മളെ മസാല പൊക്കത്തും നമ്മളെ മസാല ഇങ്ങനെ മൊത്തം ഇട്ടേക്കുക. മസാല അരപ്പ് മീൻ അങ്ങനെ ഒന്നേന്ന് പറഞ്ഞ് അടുക്കി കിടക്കുക. ഇപ്പോൾ നമ്മൾ അത് മൊത്തത്തിൽ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് എടുത്ത് വെച്ചേക്കാണ്. കനലിലോട്ട് എടുത്ത് വെച്ചു. അതെ, ഇനി ഇതിന് മുകളിൽ ദമ്മിടണം അല്ലേ? ആഹാ ആഹാ. ഇത് എത്ര നേരം പിടിക്കും ആവാൻ? ഇതാവാൻ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് സമയം എടുക്കും. 20 മിനിറ്റ് 30 മിനിറ്റ് ദൈവമേ. ആ മത്സ്യം വെന്ത് കിട്ടണ്ടേ, വേവ് കറക്റ്റ് ആവണമെങ്കിൽ ഒരു 20 മിനിറ്റ്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ ആദ്യം മീൻ ചുട്ട് അതും പ്രത്യേകതരം മസാല കൂട്ടുണ്ട്. അതിന് കരൾ തിന്ന് അവിടെ ഇപ്പോൾ വേറെ പുള്ളികളും ആൾക്കാരൊക്കെ എൻ്റെ കരൾ തട്ടിപ്പറിച്ച് കൊടുത്തോട് തിന്നുന്നുണ്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതും കഴിച്ചു കഴിഞ്ഞു. പിന്നെ അതെ ഇപ്പം മീൻ പാലോട് മേലോട് മാറിപ്പോയി, മത്തി മേലോട്. അപ്പോൾ എല്ലാം പറഞ്ഞ് ശ്രദ്ധിച്ചില്ലേ, മൊത്തം വെറൈറ്റിയാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാം വെറൈറ്റിയാണ്. ഓരോ മേക്കിങ്ങിലായാലും പിന്നെ അത് കൂടാണ്ട് പിന്നെ മസാലയിലായാലും എന്തായാലും നല്ല വെറൈറ്റിയാണ്. അപ്പോൾ ഇതും കൂടി നമുക്ക് ട്രൈ ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രൈഡ് ഐസ്ക്രീം അതും കഴിച്ചിട്ട് ഞാനിവിടെ നിന്ന് പോകും. എന്നാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേവിക്കാൻ വെച്ച് വൈകുന്നേരം ഇത് സൂര്യനൊക്കെ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി നിൽക്കുകയാണ്. 5 മിനിറ്റ് കൂടി അതിന് ഇടയ്ക്ക് നമുക്കൊരു ഫ്രൈഡ് ഐസ്ക്രീം നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രൈഡ് ഐസ്ക്രീം ഇപ്പോൾ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് വേണ്ടി ഐസ്ക്രീമാണ് വേണ്ടത്. ഐസ്ക്രീം, റസ്ക് പൊടി, കോഴിമുട്ട. ഓഹോ. അപ്പോൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം വേണം. ഐസ്ക്രീം, റസ്ക് പൊടി എന്നിട്ട് മുക്കിയെടുത്തു. ഇനി മുട്ടയുടെ വെള്ളം അല്ലേ? മുട്ടയിലൊന്ന് ജസ്റ്റ് മുക്കിയെടുത്തിട്ട് ഒന്നും കൂടി തിരുമി അത് നമ്മളങ്ങ് ഇടാൻ പോകണം. അതെ അതെ. ഇപ്പം എന്ത് സംഭവിക്കുമെന്ന് തോന്നുന്നു. എന്നിട്ട് മുരിങ്ങി വരണ്ടല്ലോ. അപ്പം ഇത് അലുത്തു പോവില്ലേ? ഇല്ല. നല്ല തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഗുളുഗുളുന്ന് പറഞ്ഞ് എടുത്തോടുത്തോടുത്ത് മതി. ആ അപ്പം അലുക്കില്ലേ അത്? ഇല്ല. ഐസ്ക്രീം പൊരിച്ചത് ഇങ്ങനെയും പൊരിക്കാം. ഐസ്ക്രീം ഇങ്ങനെയും കഴിക്കാം. സ്പൂണ്. അപ്പം ഇത് ഇങ്ങനെ കഴിക്കണോ അതോ ചൂടാറിയിട്ട് കഴിക്കണോ? ഇല്ല കഴിക്കാം. ഇപ്പം തന്നെ കഴിക്കാം. ഇനി അടുത്ത ഇതാണ് നമ്മളെ ബ്രെഡ് പൊരിച്ച് ഐസ്ക്രീമിൽ മുക്കി വെക്കുന്ന സാധനം. അല്ല കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടുള്ളത് ഇതുവരെ. പൊടി വരുന്നുണ്ട്, ഇടും. അതിലേറെ ചെറിയ ചൂടുമുണ്ട്. ഇത് ടേസ്റ്റ് കൂടെ നമ്മൾ വേറെ കുറേ 1-2 ഐറ്റംസ് കൂടെ നമ്മൾ അധികം ഇടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് തീർച്ചയായും അനുകരിക്കും. അതുകൊണ്ട് നമ്മളത് അറിയുക. അപ്പോൾ നമ്മൾ തുറക്കാനായിട്ടുള്ള നിമിഷം ഇവിടെ ആയിട്ടുണ്ട്. അങ്ങനെ ഫ്രൈഡ് ഐസ്ക്രീമും കഴിച്ചു. അതെ നമ്മുടെ അടുത്ത ഐറ്റം തുറക്കാം. തുറന്നിട്ടുണ്ട്. നമ്മളെ കനലൊക്കെ അങ്ങ് തട്ടി മാറ്റുക. ശരിക്കും തട്ടി മാറ്റി. മത്തി നല്ല സ്മെല്ല്. കറക്റ്റ് എന്താ പറയുക, ആ ഒരു ശരിക്കും നന്നായിട്ട് അതിൻ്റെ നടുക്ക് കിടന്ന് അങ്ങ് വെന്തിട്ടുണ്ട്. നല്ല പച്ചമരുന്നിൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്.
കാരണം അരപ്പൊക്കെ അങ്ങനെയാണല്ലോ. നല്ല ചട്ടിയിലിരുന്ന് വെന്തേൻ്റെ ആ ഒരു സ്റ്റീമിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ തോന്നുന്നു ശരിക്കും. ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഡിഷ് എന്താ പറയുക, സാധാരണ കറി വെച്ച് വറ്റിച്ചൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിങ്ങനെ ആദ്യമായിട്ട്, അതും നമ്മുടെ ഉണക്കനെല്ലിക്കൊക്കെ ഇട്ടതാണ്. അപ്പം അതിൻ്റേതായ ഗുണവും എല്ലാം ഉണ്ട്. ചൂടുണ്ടായിരുന്നു, പുളിപ്പുണ്ട് നന്നായിട്ട്. നെല്ലിക്കയുടെ പുളിപ്പാണ്, നല്ല നെല്ലിക്കയുടെ പുളിപ്പല്ലേ. ആ ഒരു ഉപ്പും ചെറിയ പുളിപ്പേ മീനിൽ പിടിച്ചിട്ടുള്ളൂ, പക്ഷെ ആ ഉപ്പ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്താ മറ്റേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടിയുടെ ഇട്ടിട്ടുണ്ട്. നല്ല ഡിഫറെൻ്റ്, എല്ലാം വെറൈറ്റി ആയിട്ട്, നല്ല വെറൈറ്റി ഡിഷാണ്. നിങ്ങൾ തന്നെ കണ്ടില്ല എന്തൊക്കെയാണ് നമ്മൾ ചുട്ടു. ഫ്രൈഡ് ഐസ്ക്രീം കഴിച്ചു, ഇത് ലിവർ എല്ലാം ഇവിടെ വന്നാൽ ഫുള്ള് വെറൈറ്റിയാണ്. ടേസ്റ്റും വെറൈറ്റിയാണ്. നമ്മൾ കൂടുതൽ നേരം അടുപ്പ് വെച്ച് നല്ല ടേസ്റ്റ് കിട്ടി എന്തായാലും അല്ലേ. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടൈറ്റ് ആവും. കാരണം നന്നായിട്ട് ഇന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ അലിബായ്സ് തട്ടുകട നമ്മുടെ വലിയങ്ങാടിയിൽ നിന്ന് എന്തോ ജംഗ്ഷൻ ഉണ്ടല്ലോ, പുഷ്പ ജംഗ്ഷൻ. എൻ്റെ പെണ്ണുങ്ങളുടെ പേരൊന്നും എന്താ പറയുക, വായന നിൽക്കില്ല എനിക്ക്. പുഷ്പ ജംഗ്ഷന് പോകുന്ന വഴിക്ക് നേരെ ബീച്ച് സൈഡിൽ നേരെ കാണുന്ന തന്നെയാണ് നമ്മുടെ അലിബായ്സ് തട്ടുകട. നല്ല എന്താ പറയുക, സ്നാക്സും ഉണ്ട്, ഇതുപോലത്തെ മെയിൻ കോഴ്സുകളുണ്ട്, നല്ല നാടൻ ഫുഡ്, നമ്മൾ കാണാത്തയും കേൾക്കാത്തയും പോലത്തെ വെറൈറ്റികളാണല്ല, മൺമറഞ്ഞു പോയ വെറൈറ്റികൾ വരെ കൊണ്ടുവന്ന് നമുക്കായിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യാം രുചിയോടെ. നമുക്കിത് എന്തായാലും അടുത്ത എപ്പിസോഡ് വരെ കാണാം. ഗിരിച്ചേട്ടാ വളരെ വളരെ നന്ദിയുണ്ട്. കയ്യിൽ കറിയാണ്, തരുന്നില്ല. താങ്ക് യു. ഓക്കെ, താങ്ക്സ്.